Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. Okay, welcome to Study Board. നമ്മുടെ FAUGP 5th സെമസ്റ്റർ BCom ഇൻകം ടാക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ 2 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതാണ്. ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ആയിരുന്നു. അതിനെക്കുറിച്ചിട്ട് തന്നെ നിങ്ങളടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഓൾറെഡി ആ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം, പിന്നെന്താണ് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ചുള്ള മറ്റ് പ്രൊവിഷൻസൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അപ്പോൾ ഇതൊരു ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് എന്നുള്ളൊരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എസ്സേയിൽ ചോദിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം വരും, ഇനി പറയാൻ പോകുന്ന ഇൻകംസ് ഒക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. ഇത്രയും കണ്ടൻറ്റുകൾ നിങ്ങൾ എഴുതേണ്ടി വരില്ല. നിങ്ങളെന്താണ് അതിൽ നോക്കിയിട്ട് നിങ്ങളെന്താണ് ഒരു ഞാൻ പറയുന്ന രീതിക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ആണെങ്കിൽ എന്താണ് അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കണ്ടൻറ്റുകൾ എഴുതുക. ഓക്കെ, അപ്പോൾ അത് അടുത്തതായിട്ട് അഗ്രികൾച്ചറൽ ഇൻകം കഴിഞ്ഞ് രണ്ടാമതായിട്ട് വരുന്നതാണ് ഇൻകം എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് റെസീറ്റ് ബൈ എ മെമ്പർ ഫ്രം HUF. ഒരു എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനിലെ മെമ്പറിന് കിട്ടുന്ന പൈസ എക്സംപ്റ്റഡ് ആണ്. HUF പ്രകാരം അയാൾക്ക് കിട്ടുന്ന പൈസ സെക്ഷൻ 10 സബ്സെക്ഷൻ 2 സോ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ആസ് എ മെമ്പർ ഓഫ് എ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഔട്ട് ഓഫ് ദ ഇൻകം ഓഫ് HUF. അപ്പോൾ HUF ഓൾറെഡി ടാക്സ് അടയ്ക്കല്ലോ. ആ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടാണ് HUF പൈസ വീതം വെക്കുക. അതായത് ഈ മെമ്പർമാർക്ക്. അങ്ങനെ ആ മെമ്പർമാർ ഇവരെന്താണ് അതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓർ ദ ഇൻകം ഇംപാർട്ടബിൾ എസ്റ്റേറ്റ് ഓഫ് ദ ഫാമിലി ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. കൺവേർട്ടഡ് പ്രോപ്പർട്ടി മീൻസ് ദ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി of a member that is transferred to the common property of the HUF. അപ്പോൾ ചില കേസിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഇദ്ദേഹം എന്താണ് HUFലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടാക്സ് കിട്ടില്ല. ദ ഇൻകം ഫ്രം എ കൺവേർട്ടഡ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ. അതൊരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഭാഗമായിട്ടാണ് അയാൾ പേഴ്സണലി ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് അത് ഈ HUFലേക്ക് ലയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സബിൾ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദ HUF ഈസ് നോട്ട് ലയബിൾ ടു പേ ടാക്സ് ഓൺ സച്ച് ഇൻകം. HUF എന്താണ് അതിന് ടാക്സ് അടയ്ക്കേണ്ട, ഇൻഡിവിജ്വലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞാൽ എന്താണ് സെക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് വരുന്നത് അടുത്തതാണ് ഷെയർ ഓഫ് എ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓഫ് എ ഫേം. അതായത് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം ഓൾറെഡി എന്താണ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പാർട്ട്നേഴ്സ് പിന്നീട് എന്താണ് അതിന് ടാക്സ് അടയ്ക്കേണ്ട. അതായത് പാർട്ട്ണർഷിപ്പ് ഫേം ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുള്ള എന്താണ് പൈസയാണ് പിന്നെ ഷെയർ കിട്ടിയവർക്ക് പ്രോഫിറ്റിൻ്റെ. അത് വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ സ്ഥാപനം നടത്തുന്നുണ്ട്, സ്ഥാപനത്തിൻ്റെ പേരിൽ ഒരു 10 പേര് സ്ഥാപനം നടത്തുന്നുണ്ട് എന്ന് കരുതാം. 10 പേര് സ്ഥാപനം നടത്തുന്നുണ്ട്, ആ സ്ഥാപനം ഉണ്ടാക്കിയ വരുമാനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ വീതിച്ചെടുക്കുന്നു, പിന്നെ നമ്മളതിന് ടാക്സ് അടയ്ക്കണമല്ലോ. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഷെയർ ഓഫ് എ പാർട്ട്ണർ ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ഫേം. ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് റിസീവ്ഡ് ബൈ എ പാർട്ട്ണർ ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് ഫുള്ളി എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ. അതിൻ്റെ റീസണാണ് പാർട്ട്ണർഷിപ്പ് ഫേം ഇറ്റ് സെൽഫ് പേസ് ടാക്സ് ഓൺ ഇൻകം. പിന്നെന്താണ് സെക്ഷൻ 10(2)(a) ആട്ടോ. അപ്പോൾ അതിൻ്റെ ക്വിക്ക് പോയിൻറ്റ്സ് നിങ്ങളെന്താണെന്ന് നോക്കുക. ഇത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാനാണ്. പിന്നെ അടുത്തത് എന്താണ് ദർഫോർ പാർട്ട്നേഴ്സ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇസ് നോട്ട് ടാക്സ്ഡ് അഗെയിൻ. പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് SSC. ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് SSC. നോൺ റെസിഡൻറ്റ് SSCs ഉണ്ടല്ലോ, നമ്മൾ റെസിഡൻഷ്യൽഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. വീണ്ടും അത് റിപ്പീറ്റ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഈ ഒരു ക്ലാസ് മനസ്സിലാക്കുക. ഇനി അത് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കിട്ടുന്ന നോൺ റെസിഡൻറ്റ് SSCസിന് എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഫോളോയിങ് ഇൻട്രസ്റ്റ് ഇൻകംസ് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 4 ആണ്. ഇൻട്രസ്റ്റ് ഓർ പ്രീമിയംസ് ഓൺ റിഡംഷൻ ഓഫ് നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് ബോണ്ട്. നോട്ടിഫൈഡ് എന്ന് വെച്ചാൽ എന്താണ് ഗവൺമെൻറ് നോട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ബോണ്ടുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രീമിയം ഓൺ റിഡംഷന് കിട്ടുകയാണെങ്കിൽ എന്താണ് അത് ഈ NREസിന് നോൺ റെസിഡൻസിന് എന്താണ് അത് ടാക്സബിൾ അല്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേതാണ് ഫോർ എൻ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു എ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ. NRE അക്കൗണ്ടിലേക്ക് വരുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ അല്ല. അത് FERA ആക്റ്റും FEMA ആക്റ്റും ഒക്കെ അത്
ടാക്സബിൾ അല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്ഷനും കാര്യങ്ങളും ഒക്കെ നോക്കുക. പിന്നെന്താണ് എക്സംഷൻസിൻ്റെ കാര്യങ്ങളും പിന്നെ ഇൻട്രസ്റ്റ് ഓൺ NRE അക്കൗണ്ട് ഓഫ് നോൺ റെസിഡൻ്റ് ഒക്കെ എക്സംപ്റ്റ് ആണെന്നുള്ളത് ക്വിക്ക് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നീട് അടുത്തത് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്. അപ്പോൾ റുപ്പീൻ്റെ ഡിനോമിനേഷൻ ഡോളറിൻ്റെ ബോണ്ടുകളല്ലാതെ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 4C പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബൈ എ നോൺ റെസിഡൻറ്റ് ഓർ ഫോറിൻ കമ്പനി ഓൺ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് റെഫേർഡ് ഇൻ സെക്ഷൻ 194LC ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. 194LC പ്രകാരം എന്താണ് റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് എക്സംപ്റ്റഡ് ആണ്. അതിൻ്റെ കണ്ടീഷൻസ് ബോണ്ട് മസ്റ്റ് ബി ഇഷ്യൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ പുറത്ത് ഏതെങ്കിലും റുപ്പി ഡിനോമിനേഷൻ അധികം ഡോളറിലൊക്കെയാണ്, വിദേശ നാണ്യങ്ങൾ അധികം ഡോളറിലൊക്കെയാണ് ഡീൽ ചെയ്യുക. അപ്പോൾ റുപ്പി ഡിനോമിനേറ്റഡ് ആണെങ്കിൽ എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യൻ ട്രസ്റ്റ് ആയിരിക്കണം അത് ഈ പറഞ്ഞ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇഷ്യൂഡ് പീരീഡ് ബിറ്റ്വീൻ 18 to 2019 ആണ്. അതിലെന്താണ് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ. അപ്പോൾ അതിൻ്റെ ക്വിക്ക് പോയിന്റ്സ് നോക്കുക. പിന്നീട് എന്താണ് ഇൻകം ഫ്രം, ഇനി അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഇൻകം ഓഫ് AIF. അതെന്താണ് ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടാണ്. പിന്നീട് ഇൻ്റർനാഷണൽ ഫിനാൻസ് സർവീസ് സെൻറ്റേഴ്സ് IFSC അതിലൊക്കെ കിട്ടുന്ന വരുമാനങ്ങൾ. സെക്ഷൻ എന്താണ് 10(4)D 10(4)E 10(4)F 10(4)G ഒക്കെ 4 ആയിട്ട് ബന്ധപ്പെട്ട 10(4)GH വരെ. അതിന് മീനിങ് ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിങ് ഫ്രം എന്താണ് ട്രാൻസ്ഫേഴ്സ് ഓഫ് ബോണ്ട്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ്, റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് ഓർ ഡെറിവേറ്റീവ്സ് ബൈ an ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഓർ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ ആർ എക്സംപ്റ്റ് എന്നുള്ളതാണ്. ഈ പറയുന്ന ഗ്ലോബലി നമ്മൾ ഈ പറയുന്ന ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ AIF മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ സെബി. അത് സെബി അപ്രൂവ് ചെയ്ത AIF ആയിരിക്കണം. അതായത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആയിരിക്കണം. ലൊക്കേറ്റഡ് ഇൻ IFSC ആയിരിക്കണം. അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിലായിരിക്കണം അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഓൾ യൂണിറ്റ്സ് ഓഫ് AIF മസ്റ്റ് ബി ഹെൽഡ് ബൈ നോൺ റെസിഡൻസ്. എല്ലാ യൂണിറ്റ്സും എന്താണ് നോൺ റെസിഡൻസ് ഹെൽഡ് ചെയ്തിരിക്കണം. എക്സെപ്റ്റ് ദ സ്പോൺസേഴ്സ് ഓർ മാനേജ്മെൻറ്റ്, സ്പോൺസേഴ്സോ മാനേജേഴ്സോ അല്ലാത്തത്. ദ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് ഇൻ ആൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ. അതായത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്ററിലായിരിക്കണം ട്രാൻസാക്ഷൻ നടക്കേണ്ടത്. ഓർ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷൻ ഓഫ് എൻ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ്. പിന്നെ എന്താണ് ദാറ്റ് കൺസിഡറേഷൻ മസ്റ്റ് ബി പെയ്ഡ് ഓർ പേയബിൾ ഇൻ കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച്. കൺസിഡറേഷൻ എന്താണ് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കണം പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സാം പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. പിന്നീട് എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ ആണ്. അത് LTC നമുക്കറിയാം എന്താണ് എംപ്ലോയീസിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ലീവ് ട്രാവൽ കൺസെഷൻ. അപ്പോൾ അതിൽ LTC ലീവ് ട്രാവൽ കൺസെഷൻ റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫോർ ട്രാവൽ വിത്തിൻ ഇന്ത്യ ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇന്ത്യയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ടാക്സബിൾ അല്ല, സബ്ജക്ട് ടു പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ. നോട്ട് ദിസ് എക്സംപ്ഷൻ ഇസ് നോട്ട് അവൈലബിൾ അണ്ടർ ന്യൂ ടാക്സ് റെജീം. പുതിയ ടാക്സ് റെജീം ഉണ്ട്, അതിൽ എന്തല്ല എക്സംപ്റ്റഡ് അല്ല. എക്സംപ്ഷൻ ഈസ് അവൈലബിൾ ഫോർ ട്രാവൽ വൈൽ എന്താണ് പ്രൊസീഡിങ് ഓൺ ലീവ് to any place in India, travel after retirement or termination of service to any place in India. And travel while proceeding on ലീവ് എടുത്ത് പോവുക. പിന്നെ എന്താണ് ട്രാവൽ ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം പോവുക. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് ഇതിൽ പോകാൻ പറ്റുകയെന്ന് വെച്ചാൽ സ്പൗസിന്, നമ്മളെ ജീവിത പങ്കാളിക്ക് പറ്റും, കുട്ടികൾക്ക് പറ്റും, പാരൻസിന് പറ്റും, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു ആർ ഹോൾലി ഓർ മെയിൻലി ഡിപ്പെൻഡൻ്റ് ഓൺ എംപ്ലോയി. ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ആ വ്യക്തിയുടെ, അതായത് ഇപ്പോൾ LTC കിട്ടുന്ന വ്യക്തിയുടെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഇതിൻ്റെ കൂടെ പോവുക. അപ്പോൾ അതിനും എന്താണ് പൈസ LTC ആയിട്ട് കിട്ടും. നമ്പർ ഓഫ് ജേർണീസ് എന്താണ് എക്സംപ്ഷൻ ഈസ് അവൈലബിൾ ഫോർ 2 ജേർണീസ്. 2 ജേർണീസിനാണ് എന്താണ് കിട്ടുക ഫോർ 4 കലണ്ടർ ഇയേഴ്സ്. 4 കലണ്ടർ ഇയറിൽ 2 ജേർണി. 1 അൺക്ലെയിംഡ് ജേർണി ക്യാൻ ബി ക്യാരിഡ് ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ് ബ്ലോക്ക്. ഒരു അൺക്ലെയിംഡ് ജേർണി എന്നാണ് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് ആയത്. അപ്പോൾ 3 ജേർണിയിലേക്ക് അങ്ങനെ പോവാം. എമൗണ്ട് ഓഫ് എക്സംപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജേർണി ബൈ എയർ എന്നാണ് എക്കണോമിക് ക്ലാസ് ഫെയർ ബൈ ഷോർട്ടസ്റ്റ് റൂട്ട്. എയർ എക്കണോമിക് ക്ലാസ്സിലായിരിക്കണം എയറിൽ പോകേണ്ടത്, ഷോർട്ടസ്റ്റ് റൂട്ടിൽ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് അല്ലെങ്കിൽ വിച്ച് എവർ ഇസ് ലെസ്. എക്കണോമിക് ക്ലാസ്സിൻ്റെ പൈസ അല്ലെങ്കിൽ ശരിക്കും പൈസ എത്രയാണോ വന്നത് അത് ഏറ്റവും കുറവ് ഏതാണോ അത് നമുക്ക് എക്സംപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ റെയിലാണെങ്കിൽ എന്താണ് AC ഫസ്റ്റ് ക്ലാസ്സിന് കിട്ടും ഷോർട്ടസ്റ്റ് റൂട്ടിന്, അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഏതാണോ ചെറുത് അത് എക്സംപ്ഷൻ കിട്ടും. പ്ലേസസ് നോട്ട് കണക്റ്റഡ് ബൈ റെയിൽ ആണെങ്കിൽ എന്താണ് ഡീലക്സ് ഫസ്റ്റ് ബസ്സിൽ പോവാം, or the actual amount whichever is less. If no public transport exists, then AC first class rail fare by shortest route or actual amount spent ഏതാണോ ചെറുത് കിട്ടും. ഒരു ഇത് നമ്മൾ എന്താണ് അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് പോയി എന്ന് കരുതുക. അങ്ങനെയെങ്കിലും നമ്മൾ എന്താണ് ടാക്സി വിളിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏറ്റവും ഷോർട്ടസ്റ്റ് AC ഫസ്റ്റ് ക്ലാസ്സിൻ്റെ പൈസ കിട്ടും. അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറവാണ് ടാക്സി ഫെയർ വന്നെങ്കിൽ എന്താണ് അതിൻ്റെ പൈസ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് എക്സംഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം പോയിന്റ്സ് നിങ്ങൾ നോക്കുക. പിന്നീട് എന്താണ് എക്സംഷൻ ടു എ പേഴ്സൺ ഹു ഇസ് നോട്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഒരു സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ എന്താണ് സർട്ടൻ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ നോൺ സിറ്റിസൺസ് ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ചില റെമ്യൂണറേഷൻ എന്താണ് ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആൾക്കാർക്ക് എന്താണ് ടാക്സ് എക്സംഷൻ കൊടുക്കുന്നുണ്ട്.
സെക്ഷൻ 10 സബ്സെക്ഷൻ 6ലാണ് 6ലാണ് അത് പറയുന്നത്. അപ്പോൾ സാലറി ഓഫ് എ ഡിപ്ലോമാറ്റിക് പേഴ്സണൽ, നമുക്കറിയാം ഫോറിൻ ഡിപ്ലോമാറ്റ്സ് രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് കിട്ടുന്ന സാലറി എന്താണ് എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 6(2) കണ്ടീഷൻസ് എന്താണ് സിമിലർ എക്സംഷൻസ് ഇസ് അവൈലബിൾ ടു കറസ്പോണ്ടിങ് ഇന്ത്യൻ ഒഫീഷ്യൽസ് ഇൻ ദാറ്റ് ഫോറിൻ കൺട്രി. അപ്പോൾ ആ വിദേശ രാജ്യത്തുള്ള നമ്മുടെ ഒഫീഷ്യൽസിനും എന്താണ് ഡിപ്ലോമാറ്റ്സിനും അതേപോലെ എക്സംഷൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ഇതേപോലെ എക്സംഷൻ കൊടുക്കും. ദ പേഴ്സൺ ഈസ് സബ്ജക്ട് ടു കൺട്രി റെപ്രസെൻറ്റഡ് ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് നമ്മുടെ ഡിപ്ലോമാറ്റ്സിന് ഇത്തരം ടാക്സ് എക്സംഷൻസ് കൊടുക്കുന്നില്ലെങ്കിൽ അത്തരം രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഡിപ്ലോമാറ്റ്സിന് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് എന്താണ് നമ്മളിവിടെയും എന്ത് കൊടുക്കില്ല, ടാക്സ് കൊടുക്കില്ല. നമുക്ക് അവൈലബിൾ ആണ്. നമ്മളെ ഉദ്യോഗസ്ഥർക്ക് ഇതേപോലെ ടാക്സ് എക്സംഷൻ കൊടുക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ എന്താണ് അവർക്കും കൊടുക്കും. ദ പേഴ്സൺ ഇസ് നോട്ട് എൻഗേജ് ഇൻ എനി ബിസിനസ് ഓർ പ്രൊഫഷൻ എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ അത്ര ഒരു വ്യക്തി ഇന്ത്യയിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ എംപ്ലോയ്മെൻറ്റോ ചെയ്യരുത്. എൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് എന്താണ് സാലറി ഈസ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. സാലറി ഓഫ് ഫോറിൻ എംപ്ലോയീസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 6 സാലറി റിസീവ്ഡ് ബൈ ഫോറിൻ എൻ്റർപ്രൈസ് ഈസ് എക്സംപ്റ്റ്. ഫോറിൻ എൻ്റർപ്രൈസ് ഉള്ള ആൾക്കാർക്കുള്ള സാലറി എക്സംപ്റ്റഡ് ആണ്. ഫോറിൻ എൻ്റർപ്രൈസ് ഡസ് നോട്ട് ക്യാരി ഓൺ ബിസിനസ് ഇൻ ഇന്ത്യ. അയാൾ ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നുള്ളൂ, പക്ഷേ അയാൾ ബിസിനസ്, അതായത് ഫോറിൻ എൻ്റർപ്രൈസിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് പുറത്താണ്. അയാൾക്ക് ഇവിടേക്ക് സാലറി അയച്ചു കൊടുക്കുന്നുണ്ട്. അവരെന്തെങ്കിലും എന്താണ് വല്ല കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഏജൻസി സർവീസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാമെന്ന് കരുതുക. പക്ഷേ പുറമെയാണ് ആളെ കമ്പനി ഉള്ളത്, അവിടെ നിന്നാണ് അയാൾക്ക് സാലറി കൊടുക്കുന്നതെങ്കിൽ. പിന്നെ എംപ്ലോയിൻ്റെ സ്റ്റേ ഇൻ ഇന്ത്യ ഡസ് നോട്ട് എക്സീഡ് 90 days ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അയാളെ സ്റ്റേ ഒരിക്കലും 90 ദിവസങ്ങൾക്ക് കൂടാൻ പാടില്ല, 3 മാസങ്ങൾക്ക് കൂടാൻ പാടില്ല. ദെൻ റെമ്യൂണറേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ദ എംപ്ലോയേഴ്സ് ടാക്സബിൾ ഇൻകം ഇൻ ഇന്ത്യ. അതിന് റെമ്യൂണറേഷൻ എന്താണ് ഈ പറയുന്ന എംപ്ലോയറിന് ടാക്സബിൾ ഇൻകത്തിന് കുറയ്ക്കാൻ പാടില്ല. ഇനി അടുത്തത് സാലറി ഓഫ് ഷിപ്പ് ക്രൂ ആണ്. ഒരു ഷിപ്പിൻ്റെ ക്രൂവിലുള്ള ആൾക്കാർക്കുള്ള സാലറി ഓഫ് എ ഫോറിൻ ഓർ നോൺ റെസിഡൻറ്റ് ഷിപ്സ് ക്രൂ മെമ്പർ എക്സംപ്റ്റ് ഇഫ് ദ ടോട്ടൽ സ്റ്റേ ഇസ് നോട്ട് 90 days. അപ്പോൾ ഇന്ത്യയിൽ 90 ദിവസത്തിനുള്ളിൽ നങ്കൂരം ഇട്ട് ഇരിക്കുന്ന ഒരു കപ്പലാണെങ്കിൽ, അപ്പോൾ കപ്പൽ നങ്കൂരിട്ടാൽ എന്താണ് ആ തുറമുഖത്തേക്ക്, ഇപ്പോൾ ബോംബെയിലോ കൊച്ചിയിലോ ഒക്കെ നങ്കൂരിട്ട കപ്പലാണെങ്കിൽ ആ തുറമുഖത്തേക്ക് എന്താണ് ക്രൂ മെമ്പേഴ്സ് വരും, അവർ താമസിക്കും, ഹോട്ടലൊക്കെ വാടകയ്ക്ക് എടുത്ത് താമസിക്കും. അപ്പോൾ 90 ദിവസത്തിന് ചോടയാണെങ്കിൽ, അതിൽ കുറവാണെങ്കിൽ എന്താണ് അവർക്ക് ടാക്സബിൾ ആവില്ല, കിട്ടുന്ന സാലറി അല്ലെങ്കിൽ ടാക്സബിൾ ആവും. റെമ്യൂണറേഷൻ ഓഫ് ഫോറിൻ ട്രെയിനി, റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ ഫോറിൻ ട്രെയിനി ഫ്രം എ ഫോറിൻ ഗവൺമെൻറ് എന്താണ് ഡ്യൂറിങ് ട്രെയിനിങ് ഇൻ ഇന്ത്യ ഇസ് എക്സംപ്റ്റ്. അപ്പോൾ ഒരു ഫോറിൻ ട്രെയിനി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്കോ ഗവൺമെൻറ്റിനോ വേണ്ടിയാണെങ്കിൽ എന്താണ് ഫോറിൻ ഗവൺമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഇഫ് ദ ട്രെയിനിങ് ഇസ് ഇൻ ഗവൺമെൻറ് ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഗവൺമെൻറ് കമ്പനി, സബ്സിഡറി ഓഫ് എ ഗവൺമെൻറ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ എന്താണ് സൊസൈറ്റി ഫിനാൻസ് ബൈ ദ ഗവൺമെൻറ്. ഇനി ടാക്സ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ഓർ എൻ ഇന്ത്യൻ കൺസേൺ ആണ്. ഇന്ത്യൻ കൺസേണോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ദ ടാക്സ് പെയ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എൻ ഇന്ത്യൻ കൺസേൺ ഓൺ ബിഹാഫ് ഓഫ് എ ഫോറിൻ കമ്പനീസ് എക്സംപ്റ്റ്. ഒരു ഫോറിൻ കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി അത് അടയ്ക്കേണ്ടതാണ് പറഞ്ഞത്. ഇഫ് ഇറ്റ് റിലേറ്റ്സ് ടു റോയൽറ്റി ഓർ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ്, ഒരു റോയൽറ്റി ഒരു ടെക്നിക്കൽ സർവീസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനി ഒരു വിദേശ കമ്പനിക്ക് വേണ്ടി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, സ്വയമേ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഒരു വിദേശ കമ്പനിക്ക് വേണ്ടി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കൺസേൺ വിദേശ കമ്പനിക്ക് വേണ്ടി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എക്സംപ്ഷൻ ആണ്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ആഫ്റ്റർ 31st March 1976 ബട്ട് ബിഫോർ എന്താണ് 1st June 2002. പിന്നെ എന്താണ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി വിത്ത് ദ ഗവൺമെൻറ് ഓർ എൻ ഇന്ത്യൻ കൺസേൺ. ഇറ്റ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. അതെന്താണ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യണം. ദ ടാക്സ് പെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓർ ഇന്ത്യൻ കൺസേൺ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫോറിൻ കമ്പനി എന്നുള്ളതാണ്. അതിൻ്റെ എക്സാം പോയിന്റ്സ് ആണ്. നോർമലി ടാക്സ് പെയ്ഡ് ബൈ another person is treated as the recipient's income. So section 10 subsection 6a provides an exemption by exempting such tax under above conditions. ഇനി അടുത്തത് ടാക്സ് പെയ്ഡ് ബൈ എൻ ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി ടാക്സ് അടച്ചാണ്. ടാക്സ് പെയ്ഡ് ബൈ എൻ ഇന്ത്യൻ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് ഓർ ഫോറിൻ എൻ്റർപ്രൈസ് ഈസ് എക്സംപ്റ്റ്. ഒരു ഇന്ത്യൻ കമ്പനി ഒരു ഫോറിൻ കമ്പനിക്ക് വേണ്ടി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോറിൻ കമ്പനിക്ക് പിന്നീട് ടാക്സ് അടയ്ക്കേണ്ട. കണ്ടീഷൻസ് എന്താണ്, ഇന്ത്യൻ കമ്പനി ഷുഡ് ബി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഓപ്പറേറ്റിംഗ് എയർക്രാഫ്റ്റ് എഞ്ചിൻ. അപ്പോൾ എയർക്രാഫ്റ്റ് എഞ്ചിനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യത്തിനാണ് ടാക്സ് അടച്ചെങ്കിലാണ് ഈ സംഗതി ഉണ്ടാവുക. ദ ടാക്സ് ഷുഡ് ബി പെയ്ഡ് അണ്ടർ സ്പെഷ്യൽ എഗ്രിമെൻറ്റ്. ടാക്സ് എന്നാണ് സ്പെഷ്യൽ എഗ്രിമെൻറ്റ് പ്രകാരമായിരിക്കണം പേ ചെയ്യണം. വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. എഗ്രിമെൻറ്റ് ഷുഡ് ഹാവ് ബീൻ എൻറ്റേർഡ് ഇൻ ടു. എഗ്രിമെൻറ്റ് എപ്പോഴാ ചെയ്യണം എന്ന് വെച്ചാൽ 1997 മാർച്ച് 31 മുതൽ 1999 ഏപ്രിൽ 1 വരെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ എന്താണ് ആഫ്റ്റർ 2007. ഇതിൻ്റെ ഇടയ്ക്കുള്ള 99 മുതൽ 2007 വരെയുള്ള കാലം കൂട്ടുന്നില്ല. പിന്നെന്താണ് ഇൻകം ഫ്രം ഓഫ് എ ഫോറിൻ കമ്പനിയാണ്. ഒരു ഫോറിൻ കമ്പനിയിൽ നിന്ന് ഇൻകമാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 6c. ദ ഫോളോയിങ് ഇൻകംസ് ആർ എക്സംപ്റ്റ്. റോയൽറ്റി ഓർ ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ് റിസീവ്ഡ് ബൈ നോട്ടിഫൈഡ് ഫോറിൻ കമ്പനി. ദ ഇൻകം ഷുഡ് അറൈസ് അണ്ടർ എൻ എഗ്രിമെൻറ്റ് വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. ഇൻകം എന്താണ്
ഒരു എഗ്രിമെൻറ്റ് പ്രകാരം റൈസ് ആയിരിക്കണം വിത്ത് സെൻട്രൽ ഗവൺമെൻറ്. ദ സർവീസസ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് പ്രൊജക്ട്. സർവീസ് എന്നാണ് ഒരു പ്രൊജക്റ്റായിട്ട് കണക്ട് ആയിരിക്കണം റിലേറ്റിംഗ് ടു ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോറിൻ കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇൻകം എന്താണ്, അല്ലെങ്കിൽ റോയൽറ്റി ഒക്കെ എന്താണ്, അത് എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീടാണ് എലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള എലവൻസസ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് ഒക്കെ സെക്ഷൻ 10 സബ്സെക്ഷൻ 7 ആണ്. എലവൻസസ് ഓർ പെർക്വിസിറ്റ്സ്. എലവൻസ് നമുക്കറിയാം, നമുക്ക് പൈസയായിട്ട് കിട്ടുന്നതാണ്, നമുക്ക് എന്തെങ്കിലും ആനുകൂല്യമായിട്ട്. അതൊരു ഇപ്പോൾ റെൻറ്റ് കൊടുക്കാനൊരു പൈസ കിട്ടുക, യാത്രക്കൊരു പൈസ കിട്ടുക, അപ്പോൾ എന്താണ് ട്രാവൽ അലവൻസ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ, നമ്മുടെ ഹെൽത്ത് വിഷയങ്ങൾക്ക് നമുക്കൊരു അലവൻസ് കിട്ടുക, മെഡിക്കൽ അലവൻസ്. അപ്പോൾ അത് പൈസയായിട്ട് കിട്ടുക. പെർക്വിസിറ്റ്സ് നമുക്ക് ഈ പറയുന്ന വെറുതെ ഫ്രീ ക്വാർട്ടേഴ്സ് തരിക, അത്തരം നമുക്ക് ഒരു പൊരുളായിട്ട് തരിക, കാർ യൂസ് ചെയ്യാൻ തരിക, അതാണ് പെർക്വിസിറ്റ്സ്. അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന ഔട്ട്സൈഡ് ഇന്ത്യ കിട്ടുകയാണെങ്കിൽ അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് പെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഈ ഇന്ത്യക്ക് പുറത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെതായിരിക്കണം. Allowances or perquisites paid by the government of India to an Indian citizen for entering services outside India are exempt from income tax. അതെന്താണ് ഇൻകം ടാക്സ് എക്സംഷൻ്റെ കണ്ടീഷൻസ് എന്താണ്? The recipient must be an Indian citizen. The employer must be the government of India. The services must be rendered outside India. The payment should be in the form of allowance or perquisites എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി പോയിന്റ്സ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കാണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരാണ്. കംപ്ലീറ്റ് ആയിട്ട് തിയറി പോർഷനാണ്. ഈ ചാപ്റ്റർ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന രീതിയിൽ ഈ ചാപ്റ്ററിനെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ അഗ്രികൾച്ചർ ഇൻകം ആണ് പ്രധാനമായിട്ടും ഇതിലൊന്ന് വേറെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഓക്കെ.